ഗന്ധർവകായകന്റെ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാവസന്തം. തൊള്ള നോക്കാൻ നല്ലോണം മുറുക്ക് പലാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ പാട്ട കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മായിട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച് പോലാന്നേ. എല്ലാം വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കയറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെ പോലത്തെ ഒരു മുരടം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ, അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും. അയ്യേ, മൺമടലിലയെ കണ്ടാൽ ഉണ്ടോ മരതിൽ. അയ്യോ ദിവാരൻ. മായിക്ക, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അയ്യോ, അങ്ങനെ വീണാ ശരിയാവില്ല. ഏയ് അതേതോ ചട്ടുകാലനാ. അല്ലെന്ന് അയാൾ തന്നെ. അല്ല ഇതാരാ? ദിവാറിനോ? അല്ല തന്റെ. ഇവിടെ താനാ പത്നിയച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. ഇവിടെ കാശ് മേടിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു വരണം, വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിയിട്ടാണ് ഞാൻ വണ്ടി. ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോഡോ, തന്നെ ഞാൻ പിടിച്ചോളാം. ആ, പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ ഏർപ്പാടായി കൊടുത്തു. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? എന്റെ അമ്മ. ആ ഒരു 100 കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്കൊരു 100 ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവെന്ന് അറിയണമല്ലോ. എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉലകേ മായം. അതൊന്നും അറിയാമല്ലോ. അറിയോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞൂട്ട, ഒരു 50 നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു എന്നവരെ വേണ. നീ ആരാ? എവിടെ ഉള്ളതാ? പോയി വല്ല പണി നോക്കണം. എടാ, എന്നോട് നീത് പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാം ഇവിടെ എല്ലാവരെയും. കിടന്നോ? എടാ നാരായണ, ഒരു തലയിലും കൂടി ചേർന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടാ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല. ഇന്ന് എന്ന് ആരാ? നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ശവൻ 2 വീണല്ലോ നാരായണട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശം പോലും. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശാരി തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? മാസം 2 ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണേട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കയ്യും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. പോയി. എന്റെ കയ്യും കാര്യം പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ? മന്മതലേ
കണ്ടാൽ ഉണ്ടോ? അയ്യോ എന്റെ സഞ്ചിപ്പണി. അല്ല പണസഞ്ചി. പത്മിനിയടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട, അയാൾ ഇവിടെ വരും. എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് വല്ല ബഹളം ഉണ്ടാക്കുവോ? അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല. ആള് പാവാ, ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നാളെ അയാൾ പണിക്ക് വരുന്ന. ചായോ? എന്തിനാ ഇപ്പൊ ചായ? എനിക്ക് വേണ്ട. ഒരു ചായ കുടിച്ചാൽ എന്താ? ഏതായാലും കൊണ്ടുവന്നല്ലേ. ചായ കുടിച്ചാ പിരിയണ വല്ല സാധനം ഉണ്ടാവാത്ത. എന്ത് സാധനം? നോണയൊന്നും പറയണ്ട, മുഖം കണ്ട എനിക്കറിയാം. മണം കൊണ്ട് ഒപ്പിച്ച് ഓടി മാണം. ചോദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് അനുവാദം വാങ്ങിച്ചോ. എന്താ ചോദിക്കാൻ? എന്താടി? ഒന്നല്ല, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചോളെ. എന്താടി? തുണിയോ മാലയോ വള വല്ലതാണോ? പിന്നെ എന്താന്ന് വെച്ചാ വാവർന്ന് പറ. എന്നെ ചീത്ത പറയോ? ചീത്ത പറയണ്ടവന്ന് പറയും. എന്നാ ഞാൻ പറയണില്ല. ആ വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയിക്കോട്ടെ. പോവേ? എങ്ങട്? ഗാനമേളയ്ക്ക് വിളിച്ച പാടാൻ. ഇഷ്ടല്ലെങ്കിൽ വേണ്ട. ഇഷ്ടാണെങ്കിലോ? സത്യ? എന്ന് വെച്ച് കയറൂരി വിട്ടോലൊന്നും ആവണ്ട. അടുത്തോലോ ആണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം. ദിവാരം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന് ചുണ്ടി കയറ്റരുത് കേട്ടോ. ആ ചെറ്റ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ആര്? ഇവളുടെ തന്ത. ഏയ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നെ വിളിക്കൊന്നും വേണ്ട. ഇത്തവണ ഞാൻ കൊടുക്കുവാൻ നായിക്ക്. നീ വെറുതെ കാള പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട. അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു. പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു. അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ലേഡി പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കിയല്ലേ? പോയിരുന്നില്ലേടി? എന്താടി മിണ്ടാതെ? ഞാനെന്ത് മിണ്ടാനോ? ഇനി മുതൽ ഒന്നാം തീയതി വന്ന കാശും കൊടുക്കേണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ ചേറ്റ. ശിവാരോ, പട്ടിയുടെ വാല് കുഴലിലിട്ടാ നീ വരുവോ? താൻ ആദ്യം തന്റെ വാല് കുഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര്. എന്തൊരു സാധനത്? കാട്ടുപോത്തിന്റെ ചമ്മോ? പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല. ഫോൺ ചെയ്യാൻ പോയിരിക്ക ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ഡൻ. അയാളെ രാധെ കെട്ടാൻ പോണതല്ലേ? എന്നാര് പറഞ്ഞു? എന്റെ അമ്മായിയുടെ മോനാ. അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്. മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്കാൾ ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിൽ മനസ്സിലാക്കണ്ട. എനിക്ക് യോഗമില്ലെന്ന് സമാധാനിച്ചോളാം. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണുണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കണില്ല. പിന്നൊരിക്കൽ.